അമ്മേന്റെ ദേവേട്ടൻ, എനിക്ക് പേടിയാവുന്നു. ശോഭക്കും മാളുവിനും മുഖത്ത് ഭയമായിരുന്നു. അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു. എന്നാൽ അവരുടെ ലക്ഷ്യം ശക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി. മാളു അവിടെയുള്ള ആളുകളെ നോക്കി. അവളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് സൈലന്റ് ആക്കി ആദ്യം. എന്നിട്ട് സൂരജിന്റെ നമ്പർ ഡയൽ ചെയ്ത് പോക്കറ്റിൽ വെച്ചു. മാളുവിന്റെ ഫോൺ കണ്ട് സൂരജ് കാർ സൈഡാക്കി ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. ഹലോ അമ്മാളു. എന്നാൽ അവൻ അവിടെ നിന്നും കരച്ചിലും മറ്റുമാണ് കേൾക്കാനായത്. ഹലോ അമ്മാളു, എന്താ എന്താ അവിടെ? അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് ശിവയെ വിളിച്ചു നോക്കി. അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ എടുക്കുന്നില്ല. ഒരാൾ വന്ന് അവന്റെ ഫോൺ എടുത്ത് നിലത്തെറിഞ്ഞു. അവൻ പിന്നെയും വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് കണ്ട് വീണ്ടും മാളുവിനെ വിളിച്ചു. അവൾ വൈബ്രേഷൻ കണ്ട് കൈ പോക്കറ്റിലിട്ട് ആൻസർ മോഡ് പ്രസ് ചെയ്തു. സൂരജിന് പെട്ടെന്ന് ശക്തിയുടെ മുഖം മനസ്സിലേക്ക് വന്നു. അവൻ വേഗം കാർ തറവാടിലേക്ക് തിരിച്ചു. കൂടെ ശങ്കറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവരും കേട്ടപായി തറവാട്ടിലേക്ക് തിരിച്ചു. അപ്പോഴും ശിവയെ അനങ്ങാതെ ലോക്ക് ചെയ്ത് അവർ പിടിച്ചു നിന്നു. ഡാ, ആണാണെങ്കിൽ നേരെ വാടാ. ഒന്നടഞ്ഞു ശിവദേവ് സാർ, ഞങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് നീ ഒറ്റയ്ക്ക് ഞങ്ങളെ പഞ്ഞു കിട്ടും. പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെ ഒറ്റക്കൊറ്റക്കായി വരാനാ? അയാൾ അതും പറഞ്ഞു ഫോൺ എടുത്ത് ആരെയോ ഡയൽ ചെയ്ത് സ്പീക്കറിൽ ഇട്ടു. ഹലോ ശിവദേവ് സാർ. ഫോണിൽ തന്നെ എപ്പോഴും വിളിച്ച് ഭീഷണിപ്പെടുന്ന പരിചിത ശബ്ദം കേട്ടതും ശിവക്ക് ആളെ മനസ്സിലായി. എന്താ ഗർജനം? അപ്പൊ എങ്ങനെയാ ശിവദേവ് കാര്യങ്ങളൊക്കെ? ആ പുതിയ പ്രോജക്റ്റ് അതിൽ നിന്നും പിന്മാറുകയല്ലേ? വേഗം പറഞ്ഞ് സമയമില്ല നമുക്ക്. നായെ ഒളിച്ചിരിക്കാൻ നേരെ വട തന്തൊക്കെ പറക്കാത്തവനെ. പ്രൊജക്റ്റ് മോഹിച്ചാണ് നീ കളിക്കുന്നെങ്കിൽ അത് നിനക്ക് കിട്ടില്ല മോനെ. ഇല്ല ശിവദേവ്, വെറും 5 മിനിറ്റുള്ളിൽ നീ തന്നെ ഇത് മാറ്റി പറയും. അതിനാണല്ലോ അവൾ അവിടെയുള്ളത്. നിന്റെ ശക്തി. ഓ സോറി, നിന്റെ അല്ല, എന്റെ ശക്തി. അലറാതെ മോനെ. അവൾ ഇന്നെൻ്റെ അടുത്തെത്തും. അതിനു മുമ്പ് അവളുടെ വേദന കൊണ്ട് പിടയുന്ന മുഖവും അവളുടെ ശരീരത്തിൽ നിന്ന് ചോരകിനിയുന്ന നിനക്ക് ഞാൻ കാണിച്ചു തരാം. അത് കണ്ട് നിന്റെ ചങ്കും ഒന്ന് പിടയട്ടെ. പിന്നെ അവളെ വേറെ ആരും ഒന്നും ചെയ്യുന്നു പേടിക്കണ്ട. അവളെ എൻ്റെ അല്ലേ. അപ്പൊ മക്കളെ ശരി, തുടങ്ങിക്കോ. അതും പറഞ്ഞ് കോള് കട്ടായി. ഡാ, പിടിച്ചോണ്ട് വേടാ അവളെ. ഒരുത്തനകത്തേക്ക് നോക്കി പറഞ്ഞു. അകത്തുനിന്ന് അവർ ശക്തിയെ പിടിച്ചുകൊണ്ടുവരാൻ നോക്കി. എന്നാൽ അവിടെ എല്ലാവരും കൂടെ അവളെ പൊതിഞ്ഞ് പിടിച്ചു. ഞങ്ങൾ വേണേ കൊന്നു, എൻ്റെ മോളൊന്നും ചെയ്യല്ലേ. അവർ ആർത്ത് കരഞ്ഞു. എന്നാൽ അവരവളെ പിടിച്ചു വലിച്ച് ഡോറ് തുറന്ന് ശിവയുടെ കാലിന്റെ ചുവട്ടിലേക്ക് എറിഞ്ഞു. അയ്യോ മോളെ, ഡാ, അവളെ തൊട്ട് കളിച്ച ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. കൊന്ന് തള്ളു ഞാൻ എല്ലാത്തിനെയും. ശക്തി എണീറ്റ് ശിവയെ കെട്ടിപ്പിടിച്ച് നിന്നു. അവളുടെ ദേഹം മൊത്തം വിറക്കുന്നുണ്ടായിരുന്നു. ദേവേട്ട. അവൾ ആ കയറ് പിടിച്ച് വലിക്കാൻ നോക്കി. എന്നാൽ അവൾക്കൊന്നും ചെയ്യാനായില്ല. ഇല്ലടാ മോളെ, പേടിക്കല്ലേ. അപ്പോഴേക്ക് 2 പേര് വന്ന് അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. അവളെ വിടാൻ ശിവ കടന്നലറി. എന്നാൽ അവരവളെ ചുമരിലേക്ക് തള്ളി. അവളെ കണ്ടതും എല്ലാവരുടെയും കണ്ണൊന്നും ഇഴിഞ്ഞു. മഞ്ഞ ധാവണിയിൽ പേടിച്ചു വരച്ച് നിൽക്കുന്ന അവളെ എല്ലാവരും നോക്കി വെള്ളമിറക്കി. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരി അല്ലേടാ അത്. ഈ സൗന്ദര്യ സമുദ്രനെ കണ്ടു വെറുതെ അല്ല സാറിങ്ങനെ മോഹിച്ചു പോയത്. പക്ഷെ ഫോട്ടോയിൽ ഇത്ര തടിയില്ല. ഇവനെപ്പോലെ ഒരുത്തൻ കയറി മെയ്യുന്നല്ലേ, അപ്പൊ ഒന്നുകൂടി ഭംഗി വെക്കുമല്ലോ. പന്ന മക്കളെ, എന്റെ പെണ്ണിനെ വേണ്ടാത്ത കണ്ണുകൊണ്ട് നോക്കിയാ കൊന്നു കളഞ്ഞാൽ. നിന്റെ പെണ്ണിനെ ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങളുടെ ബോസിനുള്ളതായിരുന്നു. പിന്നെ ബോസ് 1-2 കാര്യങ്ങൾ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതിലൊന്ന്, നിന്റെ പെണ്ണിന്റെ പൂമേനിയിൽ നിന്ന് ചോര വരുന്നത് കാണേണ്ട നിനക്ക്. അതും പറഞ്ഞുകൊണ്ട് അയാൾ കത്തിയെടുത്തു. അപ്പോഴേക്കും 2 പേര് ശക്തിയുടെ കൈ സൈഡിൽ നിന്നായി പിടിച്ചു. ദേവേട്ട. ശക്തി പേടിച്ചുകൊണ്ട് അവൻ അലറി വിളിച്ചു. അവളൊന്നും ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടത് ആ പ്രൊജക്റ്റ് അല്ലേ, ഞാൻ ഒഴിയാതെ. അവളൊന്നും ചെയ്യരുത്. പക്ഷെ അപ്പോഴേക്ക് അവർ അവളുടെ കൈകളിൽ വരഞ്ഞിരുന്നു. അതിൽ നിന്ന് രക്തം ചീറ്റി. ശിവക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വേദന കൊണ്ട് പിടയുന്ന ശക്തിയെ കണ്ട് അവൻ ദേഹം മൊത്തം തളരുന്ന പോലെ തോന്നി. തുടരെ അവർ 3-4 തവണ കൂടെ അവളുടെ കൈകളിൽ ആഴത്തിൽ വരഞ്ഞു. അതൊക്കെ കണ്ട് അകത്തുനിന്ന് എല്ലാവരും ആർത്ത് കരയാൻ തുടങ്ങി. പ്രൊജക്റ്റ് മാത്രമല്ല സാർ, സാറിൻ്റെ കമ്പനി തന്നെ വേണം. അതിന് സാറ് സമ്മതിക്കണമെന്നില്ല. അല്ലാതെ നേടാൻ അറിയാം ഞങ്ങൾക്ക്. അതിനുള്ള ആയുധമാണല്ലോ ഇവിടെ. ഇനി വേദന കൊണ്ട് പൊളയുന്ന ഇവരുടെ മുഖം സാറിന് കാണണ്ടേ. അവർ കയ്യിലൊരു ഇരുമ്പിന്റെ ദണ്ടെടുത്തു. അയ്യോ വേണ്ട പ്ലീസ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അവളൊന്നും ചെയ്യില്ലേ പ്ലീസ്. ശക്തി അവരുടെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ നോക്കി. അടങ്ങി നിൽക്കടി, പേടിക്കണ്ട. നിന്നെ ഒന്ന് വേദനിപ്പിക്കുകയുള്ളൂ, അതാണ് ഉത്തരവ്. അധികമായ ഞങ്ങളെ കൊല്ലും ബോസ്.
ശക്തി ശിവയെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ വേദന കൊണ്ടുള്ള ദേവേട്ട എന്നുള്ള വിളി അവൻ്റെ കാതിലേക്ക് തുളഞ്ഞു കയറി. അവൻ അവരോട് ഭീഷണിപ്പെടുത്തി അപേക്ഷിച്ചെല്ലാം നോക്കി. അടങ്ങി നിൽക്കുമോളെ, ഇല്ലേ നിന്റെ ദേവേട്ടനെ ഞങ്ങൾ ശിക്ഷിക്കും. അത് വേണോ? നീ മര്യാദക്ക് നിന്നാൽ അതുണ്ടാവില്ല. അല്ലെങ്കിൽ അവൻ്റെ വയറ്റിൽ ഞങ്ങളിത് കയറ്റും. വേണോ? അവർ കത്തിയാണിച്ച് അവളോട് പറഞ്ഞു. ശക്തി അത് കണ്ടതും ഒന്ന് വിറച്ചു പോയി. വേണ്ട, എൻ്റെ ഏട്ടനൊന്നും ചെയ്യരുത്. ആ നല്ല കുട്ടി, ഡാ അവളുടെ കയ്യിൽ നിന്ന് വിട്ടെ, അവൾ നന്നായി നിന്ന് തരും. അവരവളുടെ കയ്യിലുള്ള പിടിവിട്ടു. ഭയങ്കര സ്നേഹാണല്ലോടാ ഇവൾക്ക് നിന്നോട്, അയാൾ ശിവയെ നോക്കി പറഞ്ഞു. അയ്യോ മോളെ വേണ്ട, അവിടുന്ന് മാറ്, അവരെന്നൊന്നും ചെയ്യില്ല, നീ അവിടെ നിൽക്കല്ലേ. ശിവ അവളെ നോക്കി അലറി. അവൻ അങ്ങനെയൊക്കെ പറയും, പക്ഷെ നീ ഇവിടെ നിന്നില്ലെങ്കിൽ അവരെ ഞങ്ങൾ കൊല്ലും. മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ചെറിയൊരടി തലക്ക്, ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ ഉണ്ടാവൂ. ഇല്ല മോളെ, നീ അവിടെ നിൽക്കല്ലേ, ശിവ അവളോട് വിളിച്ചു പറഞ്ഞു. ശക്തി ശിവയെ നോക്കി കരഞ്ഞു. പിന്നെ കണ്ണടച്ച് അവിടെ തന്നെ നിന്നു. അവർ ഇരുമ്പിന്റെ വടി വീശി. ശിവ കണ്ണടച്ച് നിന്നു. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ ശബ്ദമൊന്നും കേൾക്കാത്ത കണ്ട് കണ്ണു തുറന്ന് നോക്കി. ഹ, നീ കണ്ണടച്ചാൽ എങ്ങനെയാ ശിവദേവ് സാറേ, ദാ കാണ്. അവൻ നോക്കി നിൽക്കെ അവർ ആഞ്ഞു വീശി ഇരുമ്പിന്റെ ദണ്ട് അവളുടെ നെറ്റിയുടെ സൈഡിൽ ആഞ്ഞടിച്ചു. ആ അടിയിൽ ശിവയുടെ മുഖത്തും ദേഹത്തുമായി അവളുടെ ചോര തെറിച്ചു. ശക്തിക്ക് തലയാകെ മരവിച്ച പോലെ തോന്നി. അവൾ രണ്ട് കൈകൊണ്ട് തല പൊത്തി പിടിച്ചു. പതിയെ ചുമരിലേക്ക് ചാരി ഊർന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. എല്ലാവരും ഞെട്ടി. പ്രതീക്ഷിക്കാതെ സംഭവിച്ച പോലെ എല്ലാവരും നിന്നു. ശിവയുടെ കൈ പിടിച്ചവന്റെ കൈകൾ പതിയെ അയഞ്ഞു. ആ ഒരു നിമിഷം മതിയായിരുന്നു അവന്. അവനൊരു തന്റെ കൈ പിടിച്ച് തിരിച്ചു. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോഴേക്കും മുന്നോട്ട് ആഞ്ഞ് കയറ് ലൂസാക്കി അടുത്തവന്റെ അടിനാപ്പി നോക്കി ആഞ്ഞ് ചവിട്ടി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ പേടിച്ച് അവന്റെ കയറിലെ പിടിവിട്ടു. അവൻ കയറൂരി വലിച്ചെറിഞ്ഞു. കയ്യിൽ കിട്ടിയ ഒരു തന്നെ ചുമരിലേക്ക് ചേർത്ത് തലയിടിച്ച് വീഴ്ത്തി. അവൻ ഓടിപ്പോയി ശക്തിയുടെ അടുത്തേക്കിരുന്നു. നെറ്റിയിലൂടെ ചോര കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അവൾ കണ്ണടച്ച് ചുമരിൽ ചാരി ഇരിക്കുവാണ്. വാവേ മോളെ, ഏട്ടന് നോക്കി. ശിവ വെപ്രാളത്തോടെ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. ശക്തി പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി. ഏട്ട, എനിക്ക് തല എന്തോ പോലെ തോന്നുക. ഇല്ല കൂട്ട, ഒന്നുമില്ല. അവൻ അവളെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും ഒരാൾ പുറകിലൂടെ വന്ന് ശിവയുടെ പുറത്ത് ചവിട്ടി. അവൻ തിരിഞ്ഞിന്ന് അവൻ്റെ കാല് പിടിച്ച് വലിച്ച് നിലത്തേക്ക് അടിച്ചു വീഴ്ത്തി. അവൻ ശക്തിയെ വേഗം അവിടെയുള്ള സോഫയിൽ ഇരുത്തി. അവൻ്റെ മുന്നിൻ്റെ അറ്റം കീറി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ കൂട്ടത്തോടെ വന്നു. ശിവ എല്ലാത്തിനെയും അടിച്ച് കൊല്ലാറാക്കി. അവൻ എത്ര അടിച്ചിട്ടും മതിയാവാത്ത പോലെ എല്ലാത്തിനെയും നന്നായിട്ട് പെരുമാറി. ശക്തിയുടെ തലയിൽ അടിച്ചവൻ്റെ കഴുത്തിലൂടെ കയറിട്ട് മുറുക്കി. അപ്പോൾ ഒരുത്തൻ പിറകിലൂടെ അവൻ്റെ അടുത്തേക്ക് കത്തിയുമായി വന്നു. അകത്തുനിന്ന് എല്ലാവരും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ശിവക്ക് പുറമേ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടതും ശക്തി ശിവയെ വിളിച്ചു. എന്നാൽ ആ ബഹളത്തിനിടയിൽ അവളുടെ ശബ്ദം വളരെ നേർത്തുപോയി. ശക്തി പതിയെ അവിടുന്ന് എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് നടന്നു. കാലുകൾ അടിയുറക്കാതെ വീഴാൻ പോയെങ്കിലും അവൾ ശിവയുടെ അടുത്തേക്ക് നടന്നു. ശിവയെ കുത്താനായി അയാൾ കൈ പിറകിലേക്ക് വലിച്ചതും ശക്തി ശിവയുടെ പുറകിലേക്ക് കയറി നിന്നും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞതും കത്തി അവളുടെ വയറ് തുളച്ച് അകത്ത് കയറി. അവൾ ദീർഘമായി നിശ്വസിച്ചു പോയി. ദേവേട്ടാ, ശക്തി ഉറക്കെ നിലവിളിച്ചു. ശിവ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനാകെ വിറച്ചുപോയി. അവൻ്റെ കയ്യിൽ നിന്ന് കയറ് പതിയെ അയഞ്ഞു. അവൻ ശക്തിയെ പിടിച്ചു. മോളെ. അപ്പോഴേക്കും സൂരജ് അവിടെ എത്തിയിരുന്നു. വാവാച്ചി! അവൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ബാക്കി എല്ലാവരും ഓടി പുറത്തേക്ക് പോയി. അകത്തുള്ളവർ ബാക്കിലെ ഡോർ വഴി ഇറങ്ങി ഓടി. മാളു ഹാളിലെ ഡോറ് ലോക്ക് തുറന്നു. എല്ലാവരും ഹാളിലേക്ക് വന്നു. ശക്തിയെ കണ്ട പത്മിനി തലയുറ്റി നിലത്തി വീണു. ശിവയുടെ വല്യമ്മ അവരെ പിടിച്ചു. അവളെ കുത്തിയവൻ ഒന്ന് പേടിച്ചു പോയി. അവൻ ഓടാൻ തുനിഞ്ഞപ്പോഴേക്കും സൂരജ് അവനെ ചവിട്ടി വീഴ്ത്തി വലിച്ചഴിച്ച് അകത്തെ റൂം തുറന്നു. അതിലുണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് വന്നു. എന്താ എന്താ ഈ സംഭവിക്കുന്നത്? ആരാ അവര്? മാധവർമ്മ ചോദിച്ചു. എന്നാൽ സൂരജ് ഒന്നും പറയാൻ കൂട്ടിൽക്കാതെ അവൻ ആ റൂമിലിട്ട് പൂട്ടി ശിവയുടെ അടുത്തേക്ക് ഓടി. ശിവ ശക്തിയെ കയ്യിൽ കോരിയെടുത്തു. സോഫയിൽ അവനിരുന്നു. അവൻ്റെ മടിയിലേക്ക് വെച്ചു. അവൻ ധാവണി മാറ്റി അവളുടെ വയറ് നോക്കി. കത്തി മുഴുവനായും വയറിലേക്ക് കയറിയിരുന്നു. അവളുടെ വയറിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അയ്യോ! അവൻ കരഞ്ഞുകൊണ്ട് കണ്ണ് ഇറുക്കി അടച്ചു. എല്ലാവരും പല ഭാഗത്തുനിന്ന് ആർത്ത് കരഞ്ഞു. ശിവ, ആ കത്തി വലിച്ചു വീഴാൻ നോക്ക്. മാളു, പോയി വലിയ തുണിയെടുത്തു വാ, സൂരജ് കരച്ചിലോടെ പറഞ്ഞു. ശിവ വിറക്കുന്ന കൈകളോടെ കത്തിയിൽ പിടിച്ച് കുറച്ച് പുറകിലേക്ക് വലിച്ചു. ആ! ശക്തി വേദന കൊണ്ട് പൊളഞ്ഞു. ശിവ കൈ വേഗമെടുത്ത് അവളുടെ മുഖം ചേർത്ത് പിടിച്ചു. വാവേ, ഏട്ട, എനിക്ക് വേദനിക്കുന്നു. ഏട്ട വേണ്ട, എനിക്ക് അവൾ ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങോട്ട് നോക്കലേ വിട്ട. അവൻ അവളുടെ മുഖം അവൻ്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് കത്തി വലിച്ചു.
ശക്തി ഒന്ന് മുകളിലേക്ക് പൊങ്ങി താന്നുപോയി. വയറിലൂടെ രക്തം ചീറ്റി ഒഴുകി. സൂരജ് ശിവയ്ക്ക് തുണി വേഗം കൊടുത്തു. അവൻ അത് വാങ്ങി വയറിലും ശേഷം തലയിലും അമർത്തി കെട്ടി. ശക്തി വേദന കൊണ്ട് അവൻ്റെ ഉള്ളിൽ കിടന്ന് പിടഞ്ഞു. സൂരജ് വേഗം പുറത്തേക്കിറങ്ങി കാറെടുത്തു. ശിവ അവളെ എടുത്ത് ഓടി കാറിൻ്റെ പിന്നിലേക്ക് അവളെ കിടത്തി. മാളു ഒരു സൈഡിലൂടെ കയറി ശക്തിയുടെ കാല് വെക്കുന്ന ഭാഗത്തായി ഇരുന്നു. ശിവ കാറിലേക്ക് കയറി അവളെടുത്ത് മടിയിലേക്ക് വെച്ചു. അവർ കാറും കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും മറ്റുള്ളവരെത്തിയിരുന്നു. സൂരജ് വേഗം ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചു. സൂരജിന് കണ്ണു നിറഞ്ഞിട്ട് വണ്ടി ഓടിക്കാനാവുന്നില്ലായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് കാറ് പാളിപ്പോകുന്നവരെ തോന്നി. മാളു കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശക്തി കരഞ്ഞ് ശിവയുടെ കോളിൽ അമർത്തി പിടിച്ചു. അവളുടെ കൈയുടെ മുറുക്കം അവളുടെ വേദന അറിയിച്ചു. വാവേ ഇല്ലടാ, എന്ത് പണിയാ മോളെ നീ കാണിച്ച്. എനിക്ക് ഈശ്വര. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ സങ്കടം കണ്ട് സൂരജിനും മാളുവിനും സഹിക്കാനായില്ല. ഏട്ടാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഇല്ല പോന്നെ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തും. ഏട്ടന് കുഞ്ഞിനൊന്നും വരില്ല, അത് ഞാൻ സമ്മതിക്കില്ല. അവൻ അവളുടെ മുഖമാകെ ഉമ്മ വെച്ചു. പതിയെ പതിയെ അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം നേർത്തു വന്നു. അവൻ്റെ ഷർട്ടിലെ പിടിയഴിഞ്ഞു. ശിവ അവളെ നോക്കി. ശക്തി ആകെ തളർന്നു. കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. ശിവക്ക് ഹൃദയം നിന്നു പോകുന്ന പോലെ തോന്നി. അവളുടെ നേർത്തു വരുന്ന ഹൃദയമിടിപ്പ് അവനെ ഭയത്തിൽ ആഴ്ത്തി. വേഗം! അവൻ സൂരജിനെ നോക്കി അലറി. ശക്തിയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. നമ്മളിപ്പോൾ എത്തും ശിവ, നീ ഇങ്ങനെ തളർന്നു പോലെടാ. ശിവ അവളുടെ മുഖത്ത് കൈ ചേർത്ത് വെച്ചു. വാവേ, ഏട്ടൻ്റെ കുഞ്ഞ് കണ്ണു തുറന്നു. മോളെ, ഏട്ടനെ നോക്കടാ, ഏട്ടന് പേടിയാവുന്നു കുട്ട. മോളെ പ്ലീസ്, എന്നെ വിട്ട് പോവല്ലേ. നിനക്കറിയില്ലേ, എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പറ്റില്ലാന്ന്. മാളു, ഒന്ന് വിളിക്കടി. മാളുവിന് ശിവയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാനായില്ല. വിറക്കുന്ന കയ്യാൽ അവൾ ശക്തിയുടെ കാലിൽ മെല്ലെ പിടിച്ച്. വാവാച്ചി, എണീക്ക് മോളെ, നിന്റെ ദേവേട്ട സങ്കടപ്പെടുന്ന നീ കാണുന്നില്ലേ? ആ കണ്ണ് നിറയുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് എപ്പോഴും പറയുന്നല്ലേ. നീ നോക്ക്, നിന്റെ ദേവേട്ടൻ കരയുന്നു. ഒന്ന് കണ്ണു തുറക്കടി. മാളു അവളുടെ കാലിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ശക്തി കണ്ണു തുറക്കാതെ ഒരനക്കവുമില്ലാതെ അവൻ്റെ നെഞ്ചിൽ കിടന്നു. നെറ്റിയിലും വയറിലും കെട്ടിയ തുണി രക്തം കൊണ്ട് നനഞ്ഞു കുതിർന്നു. ശിവയുടെ ഷർട്ടിലും മുണ്ടിലും മൊത്തം അവിടെ രക്തമായി.